ഹലോ, വെൽക്കം ടു നൊസ്റ്റു ഫ്ലേവേഴ്സ്. വളരെ സിമ്പിളായിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്റ്റൂ ആണ് ഇന്നത്തെ റെസിപ്പി. ഓഫീസിൽ പോകുന്നവർക്കും ബിഗിനേഴ്സിനും പറ്റിയ ഒരു ഈസി ആൻഡ് ടേസ്റ്റി സ്റ്റൂ ആണിത്. അപ്പം, ഇടിയപ്പം, ചപ്പാത്തി, ദോശയുടെ കൂടെ വരെ നമുക്കിത് സൈഡ് ഡിഷായിട്ട് കൂട്ടാം. വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്. ഇഞ്ചി ഞാൻ ഇത്രയും വലിപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില, ഞാനിവിടെ 3 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടിയും കുറച്ചും എടുക്കാം. സവാള ഇതുപോലെ കുറച്ച് വലുതായിട്ട് അരിഞ്ഞെടുക്കണം. ഉരുളക്കിഴങ്ങും കുറച്ച് വലുതായിട്ട് തന്നെ നമുക്ക് അരിഞ്ഞെടുക്കാം. ഇനി വേണ്ടത് കുറച്ച് തിരിങ്ങിയ തേങ്ങയും കൂടിയാണ്. ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് ഓരോന്നായിട്ട് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും വെള്ളവും ഇതിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് അടുപ്പത്ത് വെച്ച് സ്റ്റൗ ഓൺ ചെയ്ത് ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് തിളച്ച് വരുമ്പോൾ ലോ ഫ്ലെയിമിലാക്കി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അരപ്പ് തയ്യാറാക്കാൻ മിക്സിയിലോട്ട് തേങ്ങ ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലപോലെ അരച്ചെടുത്ത് മാറ്റിവെക്കാം. ഉരുളക്കിഴങ്ങ് വെന്തിട്ടുണ്ടോ എന്ന് അടപ്പ് തുറന്ന് നോക്കാം. നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇതൊന്ന് മാഷ് ചെയ്തും കൂടി നമുക്ക് കൊടുക്കാം. ഒരു തിക്ക് ഗ്രേവി കിട്ടാൻ വേണ്ടിയാണ്. ഇതിലോട്ട് അരപ്പ് ഒഴിച്ചു കൊടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഒന്ന് ഇളക്കി വെളിച്ചെണ്ണയും കൂടി ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ച് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. ആറേഴ് പേർക്ക് കഴിക്കാൻ പറ്റിയ അളവാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് 2-3 മിനിറ്റ് തിളച്ച് കഴിയുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റൂ റെഡി ആയി കഴിഞ്ഞു. ഇത് നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റത്തിൻ്റെ കൂടെയും സൈഡ് ഡിഷായിട്ട് കൂട്ടാൻ പറ്റും. കുട്ടികൾക്ക് ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇൻഗ്രീഡിയൻസിൻ്റെ അളവൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾ വീണ്ടും വീണ്ടും ഇതുണ്ടാക്കും. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.